റിട്ടയർമെൻറ്റുമായി വരുന്ന 3 ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് ലീവ് സാലറി ഓർ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺ ലീവ്. അപ്പോൾ എന്താണ് ഈ ലീവ് സാലറി അല്ലെങ്കിൽ എന്താണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺ ലീവ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് എവറി സാലറീഡ് പേഴ്സൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ മിനിമം നമ്പർ ഓഫ് പെയ്ഡ് ലീവ് എവറി ഇയർ. എല്ലാ വർഷവും ഇത്ര ദിവസത്തെ പെയ്ഡ് ലീവ്, അതായത് പെയ്ഡ് ലീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനത്തോട് കൂടിയിട്ടുള്ള ലീവ് അല്ലെങ്കിൽ ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധിനെയാണ് നമ്മൾ പെയ്ഡ് ലീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി ആണ് എങ്കിൽ ആ എംപ്ലോയിക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത ദിവസം പെയ്ഡ് ലീവ് ആ വ്യക്തിയുടെ ക്രെഡിറ്റിലേക്ക് വരും. അതായത് ആ വ്യക്തിക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അത് ഓരോ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോലെ ഇരിക്കും, എംപ്ലോയ്മെൻറ്റ് ടേംസ് പോലെ ഇരിക്കും. ഇപ്പോൾ ചില കമ്പനികൾ ഇപ്പോൾ 10 ദിവസത്തെ ലീവായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ചില കമ്പനികൾ ഒരു വർഷം 11 ദിവസത്തെ ലീവ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വർഷം മാക്സിമം അങ്ങനെ ഒരു കമ്പനിക്ക് 30 ദിവസത്തെ ഏൺഡ് ലീവ് വരെ എംപ്ലോയീസിന് ഓഫർ ചെയ്യാം അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 30 ദിവസത്തെ ഏൺഡ് ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ആ 30 ദിവസം ശമ്പളത്തോട് കൂടിയിട്ട് ഒരു വർഷം ലീവ് എടുക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ആണ് 30 ദിവസം. മിക്കവാറും എല്ലാ കമ്പനികളും ഒരു 11 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെയൊക്കെ ലീവാണ് ശമ്പളത്തോട് കൂടിയിട്ട് ആർക്ക് ഓഫർ ചെയ്യുന്നത്, എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ശമ്പളത്തോട് കൂടിയിട്ട് എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന ലീവിനെയാണ് നമ്മൾ ഇവിടെ ഏൺഡ് ലീവ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ പെയ്ഡ് ലീവ് എന്ന് വിളിക്കുന്നത്. സച്ച് ലീവ് മേ ബി അവൈൽഡ് ഡ്യൂറിങ് ദ ഇയർ ഓർ അക്യുമുലേറ്റഡ് ബൈ ദ എംപ്ലോയി. അപ്പോൾ ഈ ലീവ് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ എംപ്ലോയിക്ക് ലീവായിട്ട് എടുക്കാം. ആ വർഷം ഇപ്പോൾ ഒരു വർഷം 11 ദിവസത്തെ പെയ്ഡ് ലീവാണ് ഒരു എംപ്ലോയിക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഒരു 11 ദിവസത്തെ ഏൺ ലീവ് എടുക്കാനുള്ള അവകാശമാണ് ഉള്ളത് എങ്കിൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, ആ 11 ദിവസം ഒരു വർഷം ലീവ് എടുക്കാം. അപ്പോൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ ശമ്പളം ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലീവ് എടുക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇതെന്ത് ചെയ്യാം, അക്യുമുലേറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ ഈ വർഷം നമുക്കൊരു 11 ദിവസത്തെ ഏൺഡ് ലീവ് ഉണ്ട് അല്ലെങ്കിൽ പെയ്ഡ് ലീവ് ഉണ്ട്. അടുത്ത വർഷം നമുക്ക് ഈ 11 ലീവ് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വർഷത്തെ 11 ദിവസത്തെ പെയ്ഡ് ലീവും ഈ വർഷത്തെ 11 ദിവസത്തെ പെയ്ഡ് ലീവും കൂടെ അടുത്ത വർഷം എത്ര ദിവസം കിട്ടും, 22 ദിവസത്തെ ഏൺഡ് ലീവ് കിട്ടും അല്ലെങ്കിൽ പെയ്ഡ് ലീവ് കിട്ടും. അപ്പോൾ അടുത്ത വർഷം ലീവ് എടുക്കേണ്ട സാഹചര്യമൊന്നും വന്നില്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 22 ദിവസത്തെ പെയ്ഡ് ലീവ് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും, അക്യുമുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഒന്നല്ലെങ്കിൽ ലീവ് എടുത്ത് തീർക്കാം, അല്ലെങ്കിൽ ആ ലീവിനെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യാം. The accumulated leave lying to the credit of an employee may be availed subsequently or encashed. ഈ അക്യുമുലേറ്റ് ചെയ്തു വരുന്ന ലീവിനെ ഒന്നല്ലെങ്കിൽ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം, അത് ലീവായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ലീവ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ദിവസത്തെ ശമ്പളം കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കാരണം പെയ്ഡ് ലീവാണ്. അപ്പോൾ അങ്ങനെ ശമ്പളത്തോട് കൂടിയിട്ട് ലീവ് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, എൻകാഷ് ചെയ്യാം അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലീവിനെ എന്തായി കൺവേർട്ട് ചെയ്യാം, ലീവിനെ ക്യാഷ് ആയി കൺവേർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഓരോ വർഷവും ഒരു വ്യക്തിക്ക് ഇത്ര പെയ്ഡ് ലീവിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ആ പെയ്ഡ് ലീവിന് എലിജിബിലിറ്റി ഉള്ള എംപ്ലോയീസിന് ഒന്നല്ലെങ്കിൽ ആ ലീവ് പെയ്ഡ് ലീവായിട്ട് തന്നെ എടുക്കാം, അതായത് വേതനത്തോട് കൂടിയിട്ടുള്ള അവധിയായിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അക്യുമുലേറ്റ് ചെയ്യാം. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താൽ പിന്നെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു വർഷം വരുമ്പോൾ വേണമെങ്കിൽ ആ സബ്സിക്വൻ്റ് വർഷം ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഈ ലീവായിട്ട് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഈ ക്രെഡിറ്റിലുള്ള ലീവിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റിലുള്ള ലീവിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യണതിനെയാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. An employee receives an amount for waiving leave lying to his credit. Such an amount is known as leave salary encashment. അപ്പോൾ അങ്ങനെ ഈ വ്യക്തിയുടെ ക്രെഡിറ്റിലുള്ള ലീവിനെ ക്യാഷായി കൺവേർട്ട് ചെയ്യണതിനെ വിളിക്കുന്ന പേരാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. അപ്പോൾ ഓരോ എംപ്ലോയിക്കും ഒരു നിശ്ചിത ദിവസം പെയ്ഡ് ലീവിന് ഓരോ വർഷവും അവകാശമുണ്ട്. ഈ നിശ്ചിത ദിവസം പെയ്ഡ് ലീവ് ഒന്നല്ലെങ്കിൽ ലീവായിട്ട് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഈ ലീവ് വേണ്ട എന്ന് വെച്ചിട്ട് ആ ലീവിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലീവ് സറണ്ടർ ചെയ്തിട്ട് അല്ലെങ്കിൽ ലീവ് വേണ്ട എന്ന് വെച്ചിട്ട് അതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ ആ ക്യാഷ് ആർക്ക് കിട്ടും, ഈ എംപ്ലോയിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ലീവ് സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ലീവ് വേണ്ട എന്ന് വെച്ച് ആ ലീവിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ്. അപ്പോൾ ഈ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഇത് ഒരു ടാക്സബിൾ ലീവാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എൻകാഷ്മെൻറ്റ് ഡ്യൂറിങ് ദ സർവീസ്, അതായത്
സർവീസിലുള്ളപ്പോൾ ഈ ലീവ് സറണ്ടർ ചെയ്ത് അതിനെ ക്യാഷ് ചെയ്താൽ അക്യുമുലേറ്റഡ് ലീവ് ക്യാൻ ഐദർ ബി എൻകാഷ്ഡ് ഡ്യൂറിങ് സർവീസ് ഓർ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. ഐദർ ആണ് കേട്ടോ. ഐദർ ബി എൻകാഷ്ഡ് ഡ്യൂറിങ് സർവീസ് ഓർ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ. Any leave encashed during service is fully taxable and forms the part of income from salary. അപ്പോൾ സർവീസിലിരിക്കുമ്പോൾ സാലറി എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർവീസിൽ ഉള്ളപ്പോൾ ലീവിനെ എൻകാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീവ് ടാക്സബിൾ ആണ്. ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറീസ്. പിന്നെ വരുന്നതാണ് എൻകാഷ്മെൻറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ലീവ് എൻകാഷ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ക്രെഡിറ്റിലുള്ള ലീവിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ it is fully or partly exempted depending upon the following category of employees. അപ്പോൾ അവിടെ എംപ്ലോയിയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ആ എംപ്ലോയീസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഒന്നല്ലെങ്കിൽ ഈ എൻകാഷ്ഡ് ലീവ് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പാർട്ട്ലി ടാക്സബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എക്സംഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്, അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് എംപ്ലോയീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസും നോൺ ഗവൺമെൻറ് എംപ്ലോയീസും. ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് എങ്കിൽ ലീവ് എൻകാഷ്മെൻറ്റ് റിസീവ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ റെസിഗ്നേഷൻ ഈസ് ഫുള്ളി എക്സംപ്റ്റ്. ഈ എൻകാഷ് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എങ്കിൽ ആ എൻകാഷ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ പാർഷ്യൽ എക്സംഷൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. പാർഷ്യൽ എക്സംഷൻ എന്ന് പറയുമ്പോൾ ഒരു 4 കണ്ടീഷൻ തരുന്നുണ്ട്. ആ 4 കണ്ടീഷനിൽ ലീസ്റ്റ് എമൗണ്ടിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സംഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ 4 കണ്ടീഷൻ എന്ന് പറയുന്നത് സാലറി പെർ ഡേ മൾട്ടിപ്ലൈഡ് ബൈ അൺയൂട്ടിലൈസ്ഡ് ലീവ്. മാക്സിമം കൺസിഡർ ചെയ്യുക 30 ഡേയ്സ് ലീവാണ് ഒരു വർഷം മാക്സിമം കൺസിഡർ ചെയ്യുക. ഈ ഡേയ്സിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മന്ത്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സാലറി പെർ ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മന്ത്സ് ആയിട്ട് സാലറി പെർ മന്ത് ഇൻറ്റു നമ്പർ ഓഫ് മന്ത് ലീവ്, ബാക്കി ക്രെഡിറ്റിലുള്ള എത്ര മാസത്തെ ലീവ് ക്രെഡിറ്റിലുണ്ട് അതിനുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഡേയ്സിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മന്ത്സിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളം മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് ഏൺഡ് ലീവ് ഇൻ ഡേയ്സ് അല്ലെങ്കിൽ ഏൺഡ് ലീവ് ഇൻ മന്ത്സ്. ബാക്കി ക്രെഡിറ്റിലുള്ള ലീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ, ഈ എംപ്ലോയിക്ക് ഒന്നല്ലെങ്കിൽ ലീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലീവിനെ എൻകാഷ് ചെയ്യാം. അപ്പോൾ ചില വ്യക്തികൾ എന്ത് ചെയ്യും, രണ്ടും ചെയ്യും. കുറച്ച് ലീവായിട്ടും എടുക്കും, കുറച്ച് എൻകാഷും ചെയ്യും. അപ്പോൾ എത്ര ദിവസത്തെ ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിച്ച് അല്ലെങ്കിൽ അത് കുറച്ച് ബാക്കിയുള്ള ലീവിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ഈ പറയുന്ന എൻകാഷ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ വരുന്നതാണ് 10 months ടോട്ടൽ ആവറേജ് സാലറി, 10 മാസത്തെ ആവറേജ് സാലറി ടോട്ടൽ. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ₹3 lakhs. ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് അതാണ് നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഇവിടെ സാലറി എന്ന് പറയുന്നത് സാലറി ഫോർ ദ പർപ്പസ് ഈസ് ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അതായത് HR-യുടെ അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് ഇവിടെയും സാലറി എന്ന് പറയുന്നത്. അടുത്താണ് കോമ്പൻസേഷൻ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഇതിനെ തന്നെയാണ് നമ്മൾ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം. വോളണ്ടറി റിട്ടയർമെൻറ്റ് അപ്ലൈസ് ടു ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി ഹു ഹാസ് കംപ്ലീറ്റഡ് 10 years ഓഫ് സർവീസ് ഓർ 40 years. ഒന്നല്ലെങ്കിൽ 40 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള എംപ്ലോയി ആയിരിക്കണം, അല്ലെങ്കിൽ 10 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് VRS ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നല്ലെങ്കിൽ 10 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 40 വയസ്സിന് കൂടുതൽ പ്രായമുള്ള എംപ്ലോയി ആയിരിക്കണം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള എംപ്ലോയി ആണ് എങ്കിൽ ആ എംപ്ലോയിക്ക് എന്ത് ക്ലെയിം ചെയ്യാം, VRSന് ഓപ്റ്റ് ചെയ്യാം. ദെൻ ഇറ്റ് അപ്ലൈസ് ടു ഓൾ എംപ്ലോയീസ് ആൻഡ് എക്സിക്യൂട്ടീവ്. ഇറ്റ് ഹാസ് ബീൻ ഡ്രോൺ ടു റിസൾട്ട് ഇൻ ഓവറോൾ റിഡക്ഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എണ്ണം കുറയ്ക്കണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു സൗകര്യം ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ VRS ഓപ്ഷൻ എംപ്ലോയീസിന് കൊടുക്കാവുന്നതാണ്. ദ വേക്കൻസി കോസ്റ്റ് ബൈ VRS ഈസ് നോട്ട് ടു ബി ഫിൽഡ് അപ്പ്. അങ്ങനെ VRS കൊടുക്കുമ്പോൾ വരുന്ന വേക്കൻസി ഉണ്ടല്ലോ, അതായത് VRS ആനുകൂല്യം എടുത്തു പോകുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്ന വേക്കൻസി ഉണ്ടല്ലോ, ആ വേക്കൻസി അപ്പോൾ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു എംപ്ലോയി റിഡക്ഷൻ ഓപ്ഷനായിട്ടാണ് ഈ പറയുന്ന കമ്പനീസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പകരം എംപ്ലോയീസിനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല.
The retiring employees is not to be employed in other business belonging to the same management. ഇങ്ങനെ റിട്ടയർമെൻറ്റ് VRS എടുത്ത് പോകുന്ന എംപ്ലോയീസിനെ വീണ്ടും ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനീസിൽ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. Then the amount should not exceed rupees 5 lakhs. 5 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ഇങ്ങനെ VRS അവൈൽ ചെയ്ത് പോകുന്ന എംപ്ലോയീസിന് കൊടുക്കാൻ പാടില്ല. Then the employee has not availed in the past the benefits of any other voluntary scheme. ഈ എംപ്ലോയി ഇതിനു മുമ്പ് VRS ക്ലെയിം ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഗൈഡ് ലൈൻസ്, ഒരു 7ഓളം ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഒരു 7 ഗൈഡ് ലൈൻസ് പാലിച്ചിട്ട് മാത്രമേ VRS ഓപ്ഷൻ ഒരു കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഈ VRSൻ്റെ എക്സംഷൻ ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ The amount of compensation is exempted to the least of the following. 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസിലെ ലീസ്റ്റ് കണ്ടീഷനാണ് എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അതിൽ വരുന്നതാണ് the amount equivalent to 3 months salary for each completed year of service. അത് നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സാലറി പെർ മന്ത് ഇൻറ്റു 3 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് കംപ്ലീറ്റഡ് സർവീസ്. ഒരു മാസത്തെ ശമ്പളം ഇൻറ്റു 3, കാരണം 3 മാസത്തെ ശമ്പളമാണ് വേണ്ടത്. അപ്പോൾ 3 മാസത്തെ ശമ്പളം ഇൻറ്റു നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ദെൻ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഹിസ് റിട്ടയർമെൻറ്റ് ഓർ ഓൺ സൂപ്പർ ആനുവേഷൻ. അപ്പോൾ എത്ര മാസം ബാക്കി സർവീസ് ഉണ്ട് അതിന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 56ാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ്. ഈ വ്യക്തി 50ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ബാക്കി 6 വർഷത്തെ സർവീസ് ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ 6 വർഷത്തെ സർവീസിനെ മന്തുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ 6 × 12 നമുക്ക് മന്ത്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് സമയത്തുള്ള ശമ്പളം മൾട്ടിപ്ലൈഡ് ബൈ എത്ര മാസത്തെ സർവീസ് ഇനി ബാക്കിയുണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ കേസിൽ 6 വർഷത്തെ സർവീസാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ 6 വർഷത്തിനെ മന്ത്സായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 × 12 അതാണ് നമുക്ക് ബാലൻസ് ആ വ്യക്തിക്ക് വരുന്ന, നമ്മുടെ എക്സാമ്പിളിൽ ബാലൻസ് ആ വ്യക്തിക്ക് വരുന്ന സർവീസ് ഇൻ മന്ത്സ്. അപ്പോൾ ബാലൻസ് മന്ത്സ് സർവീസ് മൾട്ടിപ്ലൈഡ് ബൈ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്, VRS എടുത്ത സമയത്തെ സാലറി. ദെൻ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ദെൻ മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് വരുന്നത് 5 lakhs ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ടീഷൻ പറയുമ്പോൾ പറയണ്ടായി ദ VRS എമൗണ്ട് അല്ലെങ്കിൽ VRS കോമ്പൻസേഷൻ ഷുഡ് നോട്ട് എക്സീഡ് rupees 5 lakhs എന്ന് പറയണ്ടായി. അപ്പോൾ ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട് വരുന്നത് ആ ലീസ്റ്റ് എമൗണ്ടിനായിരിക്കും എന്ത് ലഭിക്കുക, നമുക്ക് എക്സംഷൻ ലഭിക്കുക. ദെൻ കോമ്പൻസേഷൻ ഫോർ റിട്രൻച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുമ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷനെയാണ് കോമ്പൻസേഷൻ ഫോർ റിട്രൻച്ച്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും കണ്ടീഷൻസ് തന്നിട്ട് 3 കണ്ടീഷൻസ് തന്നിട്ട് അതിൽ ലീസ്റ്റ് എമൗണ്ടിനായിരിക്കും നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുക, എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഇതിൽ 3 കണ്ടീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ എമൗണ്ട് റിസീവ്, ദെൻ 15 days ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് rupees 5 lakhs. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 lakhs. പിന്നെ വരുന്ന 3ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 15 days ആവറേജ് പേ. ഈ 15 days ആവറേജ് പേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1/2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മാസത്തിൽ കൂടുതൽ ഉള്ള പാർഷ്യൽ സർവീസ് ഉണ്ട് എങ്കിൽ അതിനെ ഒരു കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് എടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നമുക്ക് 10 years and 6 months ആണ് കിട്ടുന്നത് എങ്കിൽ ആ 10 years and 6 months നമ്മൾ 11 years ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പാർഷ്യൽ സർവീസ് ഇൻ എക്സസ് ഓഫ് 6 months, 6 മാസത്തിൽ കൂടുതൽ പാർഷ്യൽ സർവീസ് ഉണ്ട് എങ്കിൽ അതിനെ 1 full year ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്നത് ഹാഫ് മന്ത് സാലറി അല്ലെങ്കിൽ 15 days സാലറി എന്നുള്ളത് ഹാഫ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു സാലറി പെർ മന്ത്, ഹാഫ് ഇൻറ്റു സാലറി പെർ മന്ത് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, ഹാഫ് ഇൻറ്റു സാലറി പെർ മന്ത് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഇവിടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ 6 മാസത്തിൽ കൂടുതൽ പാർഷ്യൽ സർവീസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മളൊരു ഫുൾ കംപ്ലീറ്റഡ് സർവീസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് കോമ്പൻസേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ ഏൺ ലീവ് സറണ്ടർ ചെയ്യുമ്പോഴുള്ള കോമ്പൻസേഷൻ, അതുപോലെ VRS സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ, അതുപോലെ പിരിച്ചു വിടുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്രൻച്ച്മെൻറ്റ് സമയത്ത് കിട്ടുന്ന കോമ്പൻസേഷൻ. ഈ 3 കോമ്പൻസേഷനും അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.